തുടരുക. സത്താർ പന്തല്ലൂർ കൂടി ടെലിഫോണിലായിട്ടുണ്ട്. സത്താർ പന്തല്ലൂർ, ഇതിപ്പോൾ ഈ പറഞ്ഞതുപോലെ സമസ്ത നേരിട്ടല്ല എങ്കിൽ പോലും സമസ്തയുടെ പോഷക സംഘടനകൾ വഴി ഇങ്ങനെയൊരു കണക്കെടുപ്പ് നടത്തുന്നുവെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു നിഷേധിക്കാത്ത സമീപനം ശ്രീ മുസ്തഫ മുണ്ടുപാറ സ്വീകരിക്കുകയും ചെയ്തു. ഇത് ഇപ്പോൾ നിലനിൽക്കുന്ന വിഷയത്തെ വഷളാക്കാനാണോ ഉപകരിക്കുക, അതോ പരിഹരിക്കാനാണോ? വഷളാക്കേണ്ട വിഷയമല്ലല്ലോ. നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കണക്കെടുപ്പാണ്. അത് കണക്കെടുപ്പ് ഏകദേശം പൂർത്തിയായി. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു. അത്രേ ഉള്ളൂ. അതിന്റെ മറ്റു ഫോളോ അപ്പ് കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്താണ് അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തിയാൽ എന്താണ് ഈ വിഷയത്തിൽ ഒരു ഗുണം ചെയ്യുക എന്നാണ് നിങ്ങൾ കരുതുന്നത്? അല്ല, ഇത് പലപ്പോഴും നമ്മുടെ നാട്ടില് അസ്വാരസ്യം ഉണ്ടാക്കുന്ന, പരസ്പരം ഉള്ള സൗഹാർദ്ദം തകർക്കുന്ന, മറ്റു പല വർഗീയ ശക്തികൾക്ക് മുതലെടുക്കാൻ അവസരം ഉണ്ടാക്കുന്ന ഒരു കേസാണ്. പലപ്പോഴും ഇത്തരം സംഗതികൾ ഉയർന്നു വരാറുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ശാശ്വതമായിട്ട് പരിഹരിക്കപ്പെടണം. അപ്പൊ അത് ഇത്തരം പ്രശ്നങ്ങളുള്ള സ്ഥാപനങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുകയും നല്ല രീതിയിൽ ആ വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തണം. നമുക്കറിയാം, ധാരാളം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ കീഴിലുള്ള സ്കൂളുകളിൽ ധാരാളം മുസ്ലിം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അനുമതിയുണ്ട്. ആ മതസ്വാതന്ത്ര്യത്തോടുകൂടി അവർ പഠിക്കുന്നുണ്ട്. നല്ല മക്കളായിട്ട് പഠിച്ചു വരുന്നുണ്ട്. അങ്ങനെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട ചില സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ നാടിന് ഒട്ടും ആശ്വാസകരമല്ലാത്ത രീതിയിലുള്ള ഇത്തരം പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം സ്ഥാപനങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുകയും ആ സ്ഥാപനങ്ങളുമായിട്ട് നല്ല നിലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്താനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പ്രശ്ന പരിഹാരമാണ് ഉദ്ദേശിക്കുന്നത്, ഒരു സമവായമാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളുമായി നേരിട്ട് സംസാരിക്കും സമസ്ത, അത് മുൻകൈ എടുക്കുമെന്നാണ് അല്ലെ? അല്ല, സമസ്ത എന്നുള്ള ആൾക്കല്ല. ഞാൻ ഒരു സംഘടനയുടെ ലേബൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു പല ആളുകൾക്കും സഹകരിക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ വ്യക്തിപരമായി ഞാൻ തുടങ്ങിയതാണ്. പക്ഷെ എല്ലാ സംഘടനകളുടെയും ലീഡേഴ്സ് എന്നെ വിളിച്ചിരുന്നു. അവര് സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിന്റെ ലിസ്റ്റ് ഒക്കെ തയ്യാറായി കഴിയുന്ന മുറക്ക് നല്ല രീതിയിൽ അത്തരം കേന്ദ്രങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ജോസഫ് ടെലിഫോൺ ലൈനുണ്ട്, കത്തോലിക്ക കോൺഗ്രസ്. ശ്രീ പി ജോസഫ്, സത്താർ പന്തല്ലൂർ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ സംസ്ഥയുടെ എല്ലാ വ്യക്തിപരമായ വിവരശേഖരണമാണ് എങ്കിൽ പോലും ഈ ഹിജാബ് ധരിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിക്കാത്ത സ്കൂളുകളുടെ ഒരു വിവരശേഖരണം അത് പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഈ പ്രശ്നത്തിന് അങ്ങനെയുള്ള സ്കൂളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് എത്തുകയാണെങ്കിൽ അത് സ്വാഗതാർഹമല്ലേ? തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് ഇവിടെ കാണേണ്ടത്, ഇവർ ചിന്തിക്കേണ്ടതാണ്. ആധുനിക കാലഘട്ടത്തിൽ ഞങ്ങളുടെ മാർപ്പാപ്പ പോലും റോമിൽ പോലും അവിടെ പ്രാർത്ഥിക്കാനുള്ള അവസരം അവിടെ വരുന്ന മുസ്ലിം സഹോദരങ്ങൾ കൊടുക്കുന്ന കാലഘട്ടമാണ്. നമ്മൾ ഇതിനൊക്കെ ഒരു വലിയ വൈഡ് വിഷയമാക്കി മാറ്റുന്നതല്ലേ. അവിടെ ആ സ്കൂളിലെ യൂണിഫോം ധരിക്കണമെന്ന് പറഞ്ഞു. അവിടെ 500 അവിടെ പഠിക്കുന്നതിന്റെ അകത്ത് 60ഓളം കുട്ടികൾ മുസ്ലിം വിദ്യാർത്ഥികളാണ്. അവർ ഹിജാബ് ധരിച്ചു വരുന്നു. ഈ പർട്ടിക്കുലർ കുട്ടി ജൂൺ മാസത്തിൽ അവർ അഡ്മിഷൻ എടുത്ത് കയറുന്നു. ഒക്ടോബർ വരെ ഒരു കുഴപ്പവുമില്ല. ഒക്ടോബർ 16-ാം തീയതി ആയപ്പോഴത്തേക്കും അത് വയ്യ യൂണിഫോമിലേക്ക് മാറുന്നത്. ഒക്ടോബർ ആ ഒരു ഡേറ്റ് ഞാൻ ഡേറ്റ് വിട്ടുപോയി. ആ ഡേറ്റിലേക്ക് പുതിയ ഒരു വേഷവിധാനമായിട്ട് വരുന്നു. അങ്ങനെ മനഃപൂർവ്വമായ ഒരു പ്രശ്നത്തിലേക്ക് വരുന്നു. അത് കഴിയുമ്പോൾ തന്നെ SDPക്കാർ അവിടെ വരുന്നു. നമ്മളതിനെ അങ്ങനെ കാണാം. അതായത് ഇതൊരു വലിയ വിഷയമാക്കാനോ ഈ രാജ്യത്തെ വിഷയമോ ഒന്നുമല്ല. ഇതൊരു സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തിൽ സംഘർഷം ലഘൂകരിച്ച് മനുഷ്യനായി കണ്ടുകൊണ്ട് വിദ്യാർത്ഥികളെ അവർ പഠിക്കുന്ന, അവർക്ക് ഇവിടുത്തെ മതേതരത്വ മൂല്യങ്ങളും ഇവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങളും മനുഷ്യ സ്നേഹവും പഠിപ്പിക്കേണ്ട. അതാണ് കന്യാസ്ത്രീയോട് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ യൂണിഫോം ഒറ്റ വേഷം ഇട്ടുകൊണ്ട് വാ, നിങ്ങൾ ഏത് വേഷവിധാനം ധരിക്കുന്നു ഇവിടെ എതിരല്ല. ആ യാഥാർത്ഥ്യത്തെ അതിൽ നിന്ന് കാണാതെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വേറെ രീതിയിൽ കാണുന്നതാണ് ഇവിടെയുള്ള പ്രശ്നങ്ങൾ. അല്ലെ, ഇവിടെ ഇപ്പം ഹിജാബ് ധരിക്കുന്ന സ്കൂളുകൾ ധരിക്കുന്ന എത്രയോ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. ഇതൊന്നും ഇവിടെ വിഷയങ്ങളല്ലല്ലോ. ഇവിടുത്തെ വിഷയം തന്നെ അവിടെ ഒരു പർട്ടിക്കുലർ യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം ധരിച്ചുകൊണ്ട് നിങ്ങൾ ആ സ്കൂളിലേക്ക് കടന്നു വരുമെന്നല്ലേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. അവിടെ പഠിക്കുന്ന മുസ്ലിം കുട്ടികളിൽ 60 പേർക്ക് ഒരു വിഷയമില്ല. ഇവർക്കും കഴിഞ്ഞ ഈ കാലഘട്ടം വരെ ഒരു വിഷയമില്ല. പെട്ടെന്ന് 5ാമത്തെ സ്കൂളാണ് ഭയങ്കര വേദനാജനകമായ കാര്യം. അതായത് ഇത്തരം ഈ വിഷയത്തെ ആ തരത്തിൽ വ്യാഖ്യാനിച്ച അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന, അതിനെ ഒരു രണ്ട് സമുദായങ്ങൾക്കിടയിൽ വല്ലാത്തൊരു വിടവുണ്ടാക്കുന്ന തരത്തിൽ ചിത്രീകരിച്ച, അതിന് മുൻകൈ എടുത്ത ആളുകളെ ഒറ്റപ്പെടുത്തണം, മുതലെടുപ്പുകാരെ ഒറ്റപ്പെടുത്തണം. അതിനുള്ള ശ്രമങ്ങൾ ഈ പറഞ്ഞതുപോലെ സത്താർ പന്തല്ലൂർ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സമവായത്തുള്ള ശ്രമമാണെങ്കിൽ, പരസ്പരം ഒരു ടേബിളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ശ്രമമാണെങ്കിൽ അത് സ്വാഗതാർഹമാണ്, സ്വാഭാവികം. അവിടെ പരിഹരിക്കപ്പെട്ട വിഷയമാണ്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് കുത്തിപ്പൊക്കി ഈ രീതിയിലേക്ക് ആക്കിക്കൊണ്ട് വരുന്നതാണ്.
ഇലക്ഷൻ കാലയളവ് ആയപ്പോഴത്തേക്കിന് എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊരു സമൂഹത്തിൽ പിടിച്ചു നിർത്തണമെന്ന് ഇപ്പം നമ്മൾ അതായത് പ്രത്യേക അജണ്ടയുള്ള രാഷ്ട്രീയ കക്ഷികളെക്കാട്ടിലും സംഘടനയെക്കാട്ടിലും അജണ്ടയുമായിട്ടാണ് വിദ്യാഭ്യാസവും മുമ്പോട്ട് പോകാന്ന് പറഞ്ഞ് എന്തൊരു വേദനാജനകമായ കാര്യമാണത്. ഇത് കാലഘട്ടങ്ങളായിട്ട് ഇവിടെ ക്രൈസ്തവ സമുദായ വലിയ സ്കൂളുകളെല്ലാം എല്ലായിടത്തും തുടങ്ങിയത്. ഇവിടെ കാര്യങ്ങളൊക്കെ അല്ലാതെ അതിലൊന്നും തെറ്റുകളൊന്നും ആർക്കും പറയാനില്ലല്ലോ. അവരും അതിൻ്റെ അകത്ത് വേറൊന്നും പറഞ്ഞില്ല. കുട്ടി നിങ്ങൾക്ക് ഈ സ്കൂളിൽ യൂണിഫോം ഉണ്ട്, ആ യൂണിഫോം ധരിച്ചുകൊണ്ട് വരൂ. ആ ബാക്കിയുള്ള 50 മുസ്ലിം കുട്ടികൾക്കും കുഴപ്പമില്ലല്ലോ. ഈ കുട്ടിക്കും ഒക്ടോബർ മാസം വരെ കുഴപ്പമില്ലായിരുന്നല്ലോ, അഡ്മിഷൻ എടുത്ത സമയത്ത് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ അതിനുശേഷം ആ പ്രശ്നങ്ങൾ അവിടെ രമ്യമായി പരിഹരിക്കപ്പെട്ടു. അതിനുശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊക്കെ പ്രസ്താവനകളും മറ്റേതും കാര്യങ്ങളൊക്കെ ആക്കി ഇതിനെ വഷളാക്കുക, അതിനെ ഒരു സമുദായത്തെ കൊണ്ട് ഏറ്റുപിടിപ്പിക്കുക, ആ രീതിയിലേക്ക് എത്തിയത്. തീർച്ചയായും അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക വിഷയം. അതിനുവേണ്ടി നമ്മളതൊരു സമൂഹത്തിലെ മൊത്തം ഒരു വലിയ സ്പർദ്ധയുടെ വിഷയമാക്കി അത് മാറ്റുന്നത് വളരെ വേദനാജനകമാണ് എന്നാണ് നമുക്കിപ്പോൾ ആൾക്കാർക്ക് പറയാനുള്ളത്. നന്ദി ശ്രീ പി പി ജോസഫ്. ശ്രീ ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. നമ്മൾ ഇതിൻ്റെ അഭിപ്രായങ്ങൾ സ്വാഭാവിക മുസ്തഫ മുണ്ടുപാറ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. സത്താർ പന്തല്ലൂരും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. ഈ വിഷയം സമൂഹത്തിലൊരു വിടവുണ്ടാക്കുന്ന തരത്തിലേക്ക് വളർത്തരുത്, ആ വിഷയം പരിഹരിക്കണം. പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ കലുഷിതമായ ഒരു സമൂഹം കൂടിയാണ് ഇപ്പോൾ കേരളീയ സമൂഹം എന്നതുകൂടി ഓർക്കണം. അവിടെ നമ്മൾ നേരത്തെ ഈ വിഷയത്തിൽ പല വിഷയങ്ങളിലും പരിഹരിച്ചതുപോലെ ഇതിലും ഒരു പരിഹാരമുണ്ടാകേണ്ട സാഹചര്യം കൂടി ഒരുങ്ങി വരണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ഇടപെടലുകൾ പ്രധാനപ്പെട്ട സമുദായ സംഘടനകളുടെയും മുഖ്യധാര സാമൂഹ്യ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും വേണം. ന്യൂസ് ട്രെൻഡ്സിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ